വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം മറ്റെവിടെയുമല്ല, കൂത്താട്ടുകുളത്തിനടുത്തുള്ള കിഴകൊമ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ചുറ്റുപാടാകെ വെള്ളം നിറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് പൂജാരിമാർ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയും ആളുകൾ എത്തുന്നത് ഇതേ വെള്ളത്തിലൂടെയാണ്. വർഷത്തിൽ 4 മാസക്കാലം, അതായത് മഴക്കാലത്താണ് ഈ ക്ഷേത്രത്തിൽ പൂർണ്ണമായും വെള്ളം കയറുന്നത്. വീഡിയോയിലൊക്കെ ഇത് വന്നതിന് ശേഷം ഇപ്പം 2-3 ദിവസമായിട്ട് നിറയെ ആളുകളായിരുന്നതിന്. കാണാൻ വരുന്നവരൊക്കെ എന്താ പറയുന്നത്? കാണാൻ വരുന്നവർ ഇതൊരു വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് നമ്മുടെ ചുറ്റും ഇങ്ങനെ വെള്ളം, ആ ഗേറ്റിൻ്റെ അവിടം വരെയൊക്കെ വെള്ളം കയറി കിടക്കുമായിരുന്നേ. അപ്പോൾ പലരും വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ആളുകൾക്കൊരു തൃപ്തി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. മഴക്കാലത്ത് ഇതിലും വെള്ളം കൂടാറുണ്ടോ? പിന്നില്ല, പാറമൊക്കെ മൂടി വെള്ളം കയറി വരാറുണ്ടായിരുന്നു. ഈ വർഷം മഴ കുറവാണല്ലോ, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും അങ്ങനെ വെള്ളം കയറി വന്നില്ല. ഈ വെള്ളം കയറുമ്പോൾ അത് പൂജകളെ മറ്റു കാര്യങ്ങൾ പൂജയ്ക്കൊന്നും ഓരോ തടസ്സവും വരിക. ഇതിൻ്റെ ശ്രീകോവിലിന് ഭാഗത്ത് വെള്ളം കയറും. വെള്ളം കയറിയിട്ട് ഇരുന്ന് പൂജ വഴിപാടുകൾ കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വിളക്ക് വെച്ച് ഒരു നേദ്യം കഴിച്ചിട്ട് ഇറങ്ങിപ്പോകും. ഈ വെള്ളം ആയിരിക്കില്ല. ഈ വെള്ളം കയറുന്നത് സ്ഥിരമായിട്ട് പണ്ട് മുതലുള്ളതാണ് തന്നെ. അതൊക്കെ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഇതിങ്ങനെ ഉള്ളതാണ് തന്നെ. ഈ അടുത്തൊക്കെയാണ് ഇത്രയും പ്രചാരമായത്. അതിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്. ഞാനിവിടെ ജോലി ചെയ്തിട്ട് 10-20 വർഷമായിട്ട് ജോലി ചെയ്യണതാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെറുപ്പം മുതൽ വന്ന് ഇതിനകത്ത് ഈ തോട്ടിക്കട ചാടുകയും ഈ കാവിൽ കയറി ഇരുപ്പപ്പഴം പറിച്ച് തിന്നുകയൊക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു. പുലർച്ചെ അടക്കം ആളുകളൊക്കെ വരുന്നത് ഇതേ വെള്ളത്തിൽ വരുമായിരുന്നു. വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ 5:30 ഇത് നട തുറന്നിരിക്കും. തുറന്നിട്ട് പാട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ പാട്ട് വയ്ക്കും, എന്തെങ്കിലും മറ്റേ ചടങ്ങുകളെല്ലാം നടത്തിയേ പോവുള്ളൂ. ഇപ്പം പ്രാർത്ഥിക്കാൻ വരുന്നവരാണോ അതോ ഇത് കാണാൻ വരുന്നവരാണോ? ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവരും ഉണ്ട്, കാണാനായിട്ട് വരുന്നവരും ഉണ്ട്. ഇതിന് 2 ആളുകളും ഉണ്ട്. ഇവിടെ തൊഴാൻ വേണ്ടി ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ അമ്പലത്തിന് പണ്ട് പോലെ പ്രസക്തിയുള്ള ഒരു അമ്പലമാണ്. അപ്പം പിന്നെ ഇപ്പം ഈ ഇതിങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾ ധാരാളം വരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.